വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. പല നക്ഷത്രക്കാർക്കും ജന്മനാ ഉള്ള ദോഷങ്ങൾ, പിതൃദോഷങ്ങൾ, അല്ലെങ്കിൽ നക്ഷത്ര ജ്യോതിഷപരമായി ഉള്ള ദോഷങ്ങളൊക്കെ ഉണ്ട്, ശനിദോഷങ്ങളുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവൂ. വരും അവസരം വരും, നല്ല സമയം വരുമെന്ന് കാത്തിരുന്നിട്ട് കാര്യമില്ല. നക്ഷത്രം നോക്കി നിങ്ങളുടെ പാപപരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് 2025 നേട്ടം ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗുണവും ദോഷവുമുള്ള നക്ഷത്രങ്ങളും ഉണ്ട്. ഇന്ന് അതുകൊണ്ടൊരു നക്ഷത്രത്തെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ നക്ഷത്ര ജ്യോതിഷപരമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പൂയം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. പൂയം നക്ഷത്രക്കാർക്ക് 2025 തുടക്കത്തിൽ കുറച്ച് മന്ദതയൊക്കെ ഉണ്ട്. അതൊരു ഫെബ്രുവരി മാർച്ച് മാസത്തോടെ മാറി വരും. അവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക്. ജ്യോതിഷപരമായി അവരുടെ ജന്മ നക്ഷത്രത്തിന്റെ പ്രശ്നങ്ങളാണത്, അല്ലെങ്കിൽ അവർ ജനിച്ച സമയത്തിന്റെ രാശിയുടെ പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അവർ വ്യാപാര ഗുണന വിതരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കുറച്ച് പ്രയത്നമൊക്കെ അവർക്ക് വേണ്ടി വരും. കുറച്ച് നാളെ റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ എത്തുവാൻ പറ്റൂ. അതൊരു മാർച്ചോടുകൂടിയൊക്കെ കുറച്ച് വ്യത്യാസം വരും. വളരെ നിർണായകമായ വഴിത്തിരിവുകളൊക്കെ അതോടെ വന്നു ചേരും എന്നുള്ളതാണ്. എല്ലാ മേഖലകളിലും അഹോരാത്രം പ്രയത്നം വേണ്ടി വരും. കലാ, സാഹിത്യം, കായിക എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് അവസരങ്ങളൊക്കെ മുന്നോട്ട് പോകാനുള്ള നല്ല അവസരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2025 ഒരു പകുതിയോടൊക്കെ അവർക്ക് നല്ല യോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ പൂയം നക്ഷത്രക്കാർക്കുള്ള ദോഷഫലങ്ങളൊക്കെ തീർത്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അതുപോലെ കുടുംബപരമായി നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന, അതായത് കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വസ്തു തർക്കങ്ങൾ, സഹോദരങ്ങളുമായുള്ള പ്രശ്നങ്ങൾ, മറ്റുള്ള അയൽക്കാരുമായുള്ള വഴിത്തർക്കങ്ങൾ, അതൊക്കെ ഒന്ന് രമ്യതപ്പെട്ടു പോകുന്ന സമയമാണ്. അതോടെ തന്നെ ചിലർക്ക് ജോലിയോടൊപ്പം ഉപരിപഠനത്തിനുള്ള അവസരമൊക്കെ വന്നു ചേരും. ഗൃഹനിർമ്മാണം ആഗ്രഹിച്ചിരുന്നവർക്ക് അത് തുടങ്ങാനുള്ള സമയമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഘട്ടം ഘട്ടമായി കുറച്ച് മാസങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ അത് തീരൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഒരു യാത്രയിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അവസരങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം യാത്രകൾ ചെയ്യുവാനായി. അധിക കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുക. 2025 ഒരു പകുതിയോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവരും. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക്. നക്ഷത്ര ജ്യോതിഷപരമായുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് പാപ പരിഹാരങ്ങൾ, പ്രശ്ന പരിഹാരങ്ങളൊക്കെ തീർക്കണം. ചിലപ്പോൾ ചില താമസവുമായി ബന്ധപ്പെട്ട്, വീടിന്റെ ഇരിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ള പൂയം നക്ഷത്രക്കാർ കാണും. അതൊക്കെ ജ്യോതിഷപരമായ നോട്ടങ്ങൾ കൂടി മാത്രമേ മനസ്സിലാവൂ. സ്ത്രീകളാണെങ്കിൽ വിവാഹത്തിന് തയ്യാറായിരുന്നവർക്ക് ഇനി നല്ലൊരു സമയമാണ്. വിവാഹം നടക്കും. പുരുഷന്മാർക്ക് നല്ലൊരു വിവാഹ ബന്ധം മൂലം നല്ല രീതിയിലേക്കൊക്കെ ഉയർച്ചയിലേക്ക് പോകാൻ പറ്റും. മാതാപിതാക്കളുമായൊക്കെ സ്നേഹമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ കുടുംബപരമായി തീർത്ഥയാത്രകൾക്ക് പോകാൻ പറ്റിയ അവസരമാണ്. അതുപോലെ സർക്കാർ ജോലികൾക്കൊക്കെ കാത്തിരുന്നവർക്ക്, ടെസ്റ്റൊക്കെ കഴിഞ്ഞിരുന്നവർക്ക് അതിലേക്ക് കടക്കാനുള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളാണെങ്കിൽ പഠനത്തിന് ഏറ്റവും മികച്ച ഒരു സമയമാണ്. ഉപരിപഠനത്തിന് പോകാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. വാഹനങ്ങൾ മാറ്റി വാങ്ങുവാനും, അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തിരുന്ന ജോലിയിൽ നിന്നും കുറച്ച് മെച്ചമുള്ള ജോലിയിലേക്ക് പോകുവാനുള്ള സമയമൊക്കെ ഒരു 2025 മാർച്ച് കഴിയുന്നതോടെ പലർക്കും വന്നു ചേരും. അതിനുശേഷം ഉണ്ടാകുന്ന ചില നേട്ടങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ വ്യാപാരങ്ങൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ കൃഷി, വ്യവസായം തുടങ്ങിയവ ചെയ്യുന്നവർക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടായി വരുന്ന ഒരു സമയമാണ്. 2025 കൂടുതൽ ശ്രദ്ധിക്കണം. അധികമായി രാത്രികാലങ്ങളിൽ നടക്കാതിരിക്കുക. പിന്നെ അമിതമായ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കണം. കുടുംബവുമായി ക്ഷേത്ര ദർശനങ്ങൾ, അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ നന്നായിരിക്കും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. 2025 പോയി നക്ഷത്രക്കാർക്ക് പകുതിയോടുകൂടി നല്ല അവസരങ്ങൾ വന്നും ചേരുമെന്ന് പറയുന്നെങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ് അവർക്കുള്ള ഈ 2025 എന്ന് പറയുന്നത്. പോയി നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു രാശിപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാമ്പത്തികമായി വലിയ ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറി വരും എന്നുള്ളതാണ്. സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് കടക്കും. അത്യാവശ്യം സ്വർണം അല്ലെങ്കിൽ കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ കുടുംബപരമായിട്ടതൊക്കെ വീതം വെച്ച് ലഭിക്കുകയൊക്കെ ചെയ്യും. സഹോദരങ്ങളുമായൊക്കെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് നല്ലത്. കുറച്ച് മിതമായ സംഭാഷണങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. ഭാര്യയും ഭർത്താവുമായി ഇരിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും. നേരത്തെ ഉണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറി ഒരുമിച്ച് നല്ല രീതിയിൽ പോകാനുള്ള സമയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ബിസിനസ് തുടങ്ങുന്നവർക്ക് ഒരു മാർച്ച് കഴിഞ്ഞ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിന്റെ സമയം അവർക്ക് അങ്ങനെ അടുത്ത് വരുന്നത് മാർച്ച് മാസത്തിലാണ്. പിന്നെ നിങ്ങളുടെ ഒരു ജീവിത നിലവാരത്തിലൊക്കെ മാറ്റങ്ങൾ വരും. ചെറിയ രീതിയിലൊക്കെ ഉള്ള
ചില ബിസിനസ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ഉയർച്ചയിലേക്ക് പോകാനുമുള്ള സാധ്യതകളുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മെച്ചമായ അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ രാഷ്ട്രീയത്തിലും സിനിമ സീരിയൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. അവർക്കും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു നേട്ടത്തിലേക്ക് കുതിച്ചു ചാടുന്ന സമയമൊന്നുമല്ല പോയ നക്ഷത്രക്കാർക്ക്. ഈ 2025 മാർച്ച് കഴിഞ്ഞൊരു മാസങ്ങളിലൊക്കെ പകുതിയോടെ വരുമ്പോൾ മാത്രമേ പോയ നക്ഷത്രക്കാർക്ക് അതിൻ്റെതായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവൂ. ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് പോയ നക്ഷത്രക്കാർക്ക്. അപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കുക. അതുപോലെ തന്നെ രാത്രികാല യാത്രകൾ അധികമായി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ നിലവിളക്കൊക്കെ കത്തിച്ച് നാമം ജപിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യും. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രങ്ങളിലോ ദേവീ ക്ഷേത്രങ്ങളിലോ ഒക്കെ പോയി കർമ്മങ്ങളോ പൂജകളോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യണം. പിതൃദോഷ പരിഹാരങ്ങളുള്ളവർ അതൊക്കെ പരിഹാരം കൃത്യമായി നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ജാതകപ്രകാരം അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി വേണം അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യാനായിട്ട്. പോയ നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാകാൻ അവരുടെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് ജന്മനാ ഉള്ള രാശി പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പല നക്ഷത്രക്കാർക്കുമുണ്ട്. അതൊക്കെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും ഒക്കെ ഉണ്ടാകൂ. അതായത് വിദേശവാസ യോഗമുള്ള നക്ഷത്രമാണ്. വിദേശത്ത് ജോലി ചെയ്തിട്ട് തിരികെ വന്ന് ജോലിക്ക് പോകാൻ കഴിയാതിരുന്നവർക്കും നല്ല ഒരു സമയമാണ്. പുതിയ വിസയും ഒക്കെ കിട്ടി പുതിയൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വിവാഹം കാത്തിരുന്ന സ്ത്രീകൾക്കാണെങ്കിൽ നല്ലൊരു ഗൃഹത്തിലേക്ക് പ്രവേശനം ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ 2025 എന്ന് പറയുന്നത്. പുരുഷന്മാർക്കാണെങ്കിൽ പല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഒരു പകുതിയോടുകൂടി. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആലോചിച്ചും കൃത്യമായും കൃത്യനിഷ്ഠയോടുകൂടിയും ആളുകളോട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരോടൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും. അഭിപ്രായങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ മെച്ചമായ സമയമാണ് പോയ നക്ഷത്രക്കാർക്ക്. അത് ഈ ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞത് നിങ്ങൾക്കുള്ള ആ ഒരു സമയത്തിന്റെയാണ്. അതങ്ങനെ മാറി വരും, കുഴപ്പമില്ല. 2025 നിങ്ങൾക്ക് ഒരു സാമ്പത്തിക നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഇതൊക്കെയാണ് പോയ നക്ഷത്രത്തിന്റെ ഒരു 2025 പ്രത്യേകമായ വർഷഫലങ്ങള്. അപ്പോൾ പോയ നക്ഷത്രക്കാർ ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യനിഷ്ഠ പാലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ഈ 2025 ഉണ്ടാവും. അപ്പോൾ ലോട്ടറി ഭാഗ്യമങ്ങളൊക്കെ ഉള്ള നക്ഷത്രമാണ്. സ്വർണം അല്ലെങ്കിൽ പണം, കുടുംബ സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള സമയമാണ്. അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് കുടുംബപരമായും അതുപോലെ സാമ്പത്തികപരമായും കുടുംബത്തിന് അടിത്തറ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇത്രയൊക്കെയാണ് പോയ നക്ഷത്രത്തിന്റെ കാര്യങ്ങൾ. അപ്പോൾ 2025 പോയ നക്ഷത്രത്തിന്റെ മൊത്തത്തിലുള്ള ഫലമാണ് പറഞ്ഞത്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും ഒരു ജ്യോതിഷ പങ്ക്തിയുമായി എത്താം.